Hello, Aju. Hello Shreya, I was waiting for your call. Mama അപ്പുറത്ത് TV കാണുവാ. So we can talk for some time. Oh fine. I'm very excited to see you on tomorrow. I know. Over excited ഒന്നും ആവണ്ട. കുറച്ച് നാളായിട്ടുള്ള നമ്മുടെ ഈ ഒളിച്ചുകളി നാളെ പൊളിയല്ലേ? Aju, I can't wait anymore. Seriously. Shreya. എന്താ മോനെ ഇന്ന് നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ. പിന്നെ അല്ലാണ്ട്. ഹേ അജു, മമ്മ വിളിക്കുന്നുണ്ട്. ലെറ്റ് മീ ഗോ നൗ. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് കയറി വരും. ഓ ഓക്കെ. അപ്പം പിന്നെ പറഞ്ഞെന്ന് മറക്കണ്ട, നാളെ മോർണിംഗ് 10 AM at Montes Cafe. ഏയ് ഞാനത് മറക്കോ? അജു പിന്നെ ഒലിപ്പിക്കല്ലേ മോളെ. Okay then. Bye. Good night. Love you. See you tomorrow. Okay. Bye dear. ആവേശമാണോ ആഹ്ലാദമാണോ ഏതാണ് ആ വികാരം എന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞില്ല. അന്ന് രാത്രി മുഴുവൻ മുഖത്തു നിന്ന് മായാത്ത ചിരിയുമായി ഞാൻ ഈ ഡയറിക്ക് മുമ്പിൽ കുറേ നേരം ഇരുന്നു. ഡേ ഇങ്ങനെ दुनिया में प्यार जब बरसे ना जाने दिल ये എടാ സമയത്രേ? 9 ആ ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി എങ്ങോട്ടേക്കാ? നിനക്കിന്ന് വല്ല ഇന്റർവ്യൂ ഉണ്ടോ? ആ ഒരു ഇന്റർവ്യൂ ഉണ്ട്. നീ ഇന്റർവ്യൂവിനോ ജോലിക്കോ എവിടെയാന്ന് വെച്ചാ പോയിക്കോ. ആദ്യം നീ ആ 2 മാസത്തെ റെന്റും കൂടെ എടുക്ക്. ആടാ തരാ. ആ ഹൗസ് ഓണർ ഇന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. കയ്യിൽ ഇറുക്കി വെച്ചിട്ട് തരാത്തൊന്നല്ലോ, ഇല്ലാത്തോണ്ടല്ലേ ഞാൻ എന്തേലും പറയുമ്പോ നിനക്ക് റഫോട്ട് പോയാൽ മതി. നിന്റെ ബൈക്ക് ഞാൻ എടുക്കുന്നുണ്ടേ. ആ ഹെൽമെറ്റും കൂടി എടുത്തോ. പോലീസൊക്കെ ആ പൈസ ഞാൻ തന്നെ കൊടുക്കണ്ടേ? കയ്യിലഞ്ച് പൈസ ഇല്ലെങ്കിലും ഷോ ഓഫിനൊരു കുറവില്ല. തെണ്ടി. രണ്ടാമത്തെ ഗേൾഫ്രണ്ടും ഗുഡ് ബൈ പറഞ്ഞു പോയപ്പോൾ ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് സിംഗിൾ എന്നാക്കി മാറ്റി. ഐ ആം സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ എന്ന് പലരോടും പലതവണ പറഞ്ഞു മടുത്തു. ജീവിതത്തിലെ ശുക്രൻ മാറി ശനിയുടെ അപകാരം എന്നെ വല്ലാണ്ട് സ്നേഹിച്ച കുറച്ച് നാളുകൾ. പതിവ് ഫേക്കാർക്കെല്ലാം പിടിയും കൊടുത്ത് ഊമ്പിത്തെറ്റിയ സമയം. നേരിട്ട് ഇതുവരെ പരിചയമില്ലാത്ത ഒരാൾ, ഒരു നേരം പോക്കിന് തുടങ്ങിയ ചാറ്റിംഗ്, അങ്ങനെ മെസ്സേജുകളുടെ എണ്ണവും വേഗതയും കൂടി. അതിനു പിന്നിൽ എനിക്ക് വേണ്ടി തുടിക്കുന്ന കണ്ണുകൾ ഞാൻ കണ്ടു. ആ വേഗതയേറിയ മെസ്സേജുകളുടെയും തുടിക്കുന്ന കണ്ണുകളുടെയും ഉത്തരം തേടിയുള്ള യാത്രയാണ്. പണി കിട്ടിയല്ലോ. ഇവനൊക്കെ പെട്രോൾ അടിച്ചു വെച്ചൂടെ? അതിന് കഴിയാത്ത വണ്ടി വാങ്ങാൻ. അതല്ലേ ഞാൻ വാങ്ങാത്ത. ഹലോ, ഇതാരാ? റൂം റെന്റിനല്ലേ? ഇന്ന് ഇട്ടേക്കാൻ ബൈ. ആ ഓക്കെ.
प्यार जब बरसे ना ഹലോ ആ ഞാൻ വന്നുകൊണ്ടിരിക്കുക ഒരു 10 മിനിറ്റ്. ആടാ ആ എടാ വണ്ടി എണ്ണ തീർന്നിട്ട് സൈഡായിട്ടല്ലേ, ഞാനിപ്പോൾ പമ്പിൽ വന്നേക്ക എണ്ണ വാങ്ങാൻ. ആ ശരി. പോസ്റ്റാ? ആ അയാൾ എന്നെ വിളിച്ചായിരുന്നു, ഞാൻ വൈകുന്നേരം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ എന്നെ വിളിച്ചായിരുന്നു, ഞാൻ വൈകുന്നേരം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഞാൻ വിളിക്കാം, ഒരു 50. അതോടെ പോയി പേഴ്സ് കാണുന്നില്ല. വേണ്ട അതോടെ വെച്ചേ. ഏത് സമയത്താണ് എല്ലാം കൂടി, പേഴ്സും കാണുന്നില്ല, പൈസയില്ല. ഹലോ ഓ പൂർത്തിയായി. ഫ്രോത്ത് ഓൺ ടോപ്പ്. പൊളിക്കും. പണി 8-ആയും 18-ആയൊക്കെ വന്നിട്ടും ഞാൻ തളരാതെ പിടിച്ചു നിന്നത് ആ തുടിക്കുന്ന കണ്ണുകൾക്ക് വേണ്ടിയാണ്. ഓ നീയാ, വാ വാ വാ. ഹേ ബ്രോ, ചപ്പ്. എന്താ സീൻ ബ്രോ? ചെറിയ സീൻ. ഒരു സീനും ഇല്ല ബ്രോ, ഹരി സ്കോർ ചെയ്യാൻ പോയിട്ടുണ്ട്. നീ വാ, ഒരു ഷോട്ട് അടിക്കും. ആ മച്ചാനെ, നമ്മളിന്ന് നേരത്തെ തുടങ്ങിയിട്ടാ. It's not about drugs, it's about friends. Cheers, brother. Hey man, കട്ടാണല്ലേ. ഹലോ വൺസ് അഗൈൻ. യാ ബ്രോ, ഒരു 1000 rupees ഉണ്ടാവും എടുക്കാൻ. ആകില്ല 1000 സ്കോർ ചെയ്യാൻ കൊടുത്തടാ. സോറി ബ്രോ. അത് സാരമില്ലടാ. ഓക്കെ ബ്രോ, ഞാൻ പോവാ. ഓക്കെ ബൈ. നീ വരാ. ഒരുമിച്ച് ഇരുന്ന് ചിയേഴ്സ് പറയുമ്പോഴും സ്വന്തം സിഗരറ്റ് മറ്റുള്ളവൻ്റെ ചുണ്ടിൽ വെച്ച് കൊടുക്കുമ്പോഴും പലതരം ലഹരികൾ പങ്കിട്ടപ്പോഴും കാണിച്ച ആത്മാർത്ഥത ഒരു അത്യാവശ്യ സമയത്ത് ആരും കാണിച്ചില്ല. താഴെ മണ്ണിൽ നിന്നും താരമായി കഥയറിയാതെ എല്ലാം ഉള്ളതിൽ നിന്ന് ഒന്നുമില്ലായ്മയിലേക്ക് എത്താൻ ഈ ചെറിയ ദൂരേ ഉള്ളൂവെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. പോകും നീ ദൂരെ പോകും നീ ദൂരെ. അജ്മൽ, സിദ്ധാർത്ഥ്, ഓ അപ്പം എൻ്റെ പേര് മറന്നിട്ടില്ല അല്ലേ?
ഞാനും ഈ സിദ്ധാർത്ഥും തമ്മിൽ ഒട്ടും ചെറുതല്ലാത്തൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. (2011) ജൂൺ മാസം, അതായത് ഒരു 3 വർഷം മുമ്പത്തെ മഴക്കാലം. ഞാനും ഇവനൊക്കെ മനസ്സുകൊണ്ട് ചിരിച്ചും ഹൃദയം കൊണ്ട് സ്നേഹിച്ചും ശരീരം കൊണ്ട് ആസ്വദിച്ചും തുടങ്ങിയ നമ്മുടെ കോളേജ് ലൈഫ്. ക്ലാസ്സിലെ സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനും പുസ്തകപ്രിയനുമൊക്കെയായ ഇവനോട് നമുക്കിടയിൽ തന്നെ ശത്രുക്കൾ ഒരുപാടുണ്ടായിട്ടും എന്തിനും ഏതിനും ഞാൻ ഇവനെ കൂടെ കൂട്ടി. ഒടുവിൽ സെം എക്സാം സമയത്ത് തുണ്ട് കൊണ്ടുവന്ന് കോപ്പി അടിച്ചതിൻ്റെ പേരിൽ എന്നെ പിടിച്ചപ്പോൾ അത് ഒറ്റിക്കൊടുത്ത യൂദാസ് ഇവനാണെന്ന് അറിഞ്ഞപ്പോൾ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചതുപോലെയായി എൻ്റെ അവസ്ഥ. അങ്ങനെ ഒരു മഴക്കാലത്ത് തുടങ്ങിയ സൗഹൃദം മറ്റൊരു മഴക്കാലത്തോടെ അവസാനിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും അവൻ നിർത്തിയില്ല. അഹങ്കാരിയായ ഗേൾസ് വാഴുന്ന നമ്മുടെ കോളേജിൽ അതിന് ഒട്ടും കുറവില്ലാത്ത ഒരാളെ വരുത്താൻ ഞാൻ തീരുമാനിച്ചു. രാവിലെയും വൈകുന്നേരവും അവളെ കാണാൻ കോളേജ് ഗേറ്റിന് മുമ്പിൽ സ്ഥിരം പോസ്റ്റായി ഞാൻ നിന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം അങ്ങനെ കാത്തു സൂക്ഷിച്ച ആ കസ്തൂരി മാമ്പഴം ആ കറുത്ത കാക്ക കൊത്തിക്കൊണ്ടുപോയി. ലോകത്തുള്ള പല ബെസ്റ്റ് ഫ്രണ്ട്സും അടിച്ചു പിരിയാനുള്ള ആ കാരണം തന്നെയായിരുന്നു നമുക്കിടയിൽ പെണ്ണ്. ആദ്യം റഫിട്ട് തുടങ്ങി, പിന്നെ വാക്കേറ്റം, അതും കടന്ന് കയ്യേറ്റം, അവസാനം പൊരിഞ്ഞാടി. ഒരു പെണ്ണിന് വേണ്ടിയുള്ള മഹായുദ്ധം അവിടെ തുടങ്ങി. സോറി ഫോർ എവറിഥിങ്. താങ്ക്സ് മാം. ഇതാ എൻ്റെ കാർഡ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും. ഞാൻ വിളിക്കാടാ. ഓക്കെ, ബൈഡാ. എല്ലാവർക്കും ഉണ്ടാവും ഇവനെപ്പോലത്തെ ഒരു ഫ്രണ്ട്. എത്ര അടി ചെയ്താലും തെറ്റിപ്പിരിഞ്ഞാലും ഒടുവിൽ നമ്മുടെ അടുത്തേക്ക് തന്നെ അവർ തിരിച്ചു വരും, പഴയതിനേക്കാൾ ശക്തിയോടെ. ബോധത്തിലല്ലെങ്കിലും അതിൽ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡ്രഗ്സ്, ഇറ്റ്സ് അബൌട്ട് ഫ്രണ്ട്സ് ഹു യു ആർ വിത്ത്. ಏಯ್ ವಿಕ್ಕಿ. ಹೇ ಅಜ್ಮ, ಎಲ್ಲಿದೆಯಾ? ನೋಡಲಿಲ್ಲ, ತುಂಬ ದಿನ ಆಯಿತು. ಕ್ಯಾನ್ ಯು ಗಿವ್ ಮಿ ಫೋನ್? ಐ ವಾಂಟ್ ಮೇಕ್ ಎ ಕಾಲ್. ಓಕೆ, ಶ್ಯೂರ್. ഹലോ ശ്രേയ, ഞാനിതാ മോണ്ടിസിലെത്തി. നീ വരുമെന്ന് എനിക്കറിയാം അജ്മൽ, ബട്ട് ഐ എം സോറി. നിൻ്റെ മുമ്പിലുള്ള ആ കാർഡ് വായിച്ചാൽ നിനക്കെല്ലാം മനസ്സിലാവും. ശ്രേയ പ്ലീസ്, ഞാൻ കുറച്ച് ലേറ്റായി പോയി. ഐ ആം സോറി. Hi Ajmal. Today is April 1st, the day for fools. ലോകത്തിലെ മണ്ടന്മാർ അത് സ്വയമായി തീരുന്നൊരു ദിവസം. അതിൽ ഒരാളായി നിന്നെയും കാണേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എല്ലാം ഒരു തമാശയായിരുന്നു, നമ്മുടെ റിലേഷൻ പോലും. ബൈ ദ വേ,
Let's be good friends, Aju. Sorry for everything. Goodbye. Good job. ഹലോ മനു, നീ എവിടെയാ? ഹൈ ബാറെങ്കിൽ ഹൈ ബാറ്. അജു അല്ലേ? അതെ. അപ്പൊ ഇതാണ് ആള്. ഐ എം സോറി, കുറച്ച് ലേറ്റ് ആയിപ്പോയി. 2 ദിവസം മുമ്പേ ഇയാളെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാനാകെ ഷോക്കായിപ്പോയി. പിന്നെ ഐ ഫെൽ വി ഷുഡ് ഗെറ്റ് ടു നോ ഈച്ച് അതർ. അതാ മീച്ച എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് പറയാൻ യെസ് പറഞ്ഞത്. ഇവളെന്താ? ഇയാൾ ഫോണിലല്ല പഞ്ചറാണല്ലോ, നേരിട്ടതൊന്നും കാണുന്നില്ല. ഇനി എന്നെ ഇഷ്ടാകാത്ത കൊണ്ടാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. സത്യം പറയാലോ, ഇയാൾ ഫോണിൽ സംസാരിച്ചപ്പോൾ എനിക്കൊരു സിമ്പിൾ മാൻ ഇമേജാണ് കിട്ടിയത്. ഒരു പഴയ സാൻഡൽസ് ഒക്കെ ഇട്ട് അയൺ ചെയ്ത് ഷർട്ട് ഇൻ ചെയ്ത് മുഖത്തൊരു ഭൂതക്കണ്ണാടിയും, മൊത്തത്തിലൊരു സീരിയസ് ഇമേജ്. ബട്ട് ഐ തിങ്ക് ഐ ആം റോങ്. ഒരു മിനിറ്റ്. ഹലോ മനു, ഞാനൊന്നുണ്ടാവില്ല. ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. പ്ലാൻ ബി. Come, let's go for a walk. സോറി, അയ്യോ, ഓ ഓക്കെ, സോറി. ഓ ധാര. ഹലോ, കാടൊക്കെ കൊണ്ട കള്ളി. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടേതായിരിക്കാം. അതുപോലെ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ നമ്മുടേതും. ജീവിതത്തിൽ ആർക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല. നേടിയെടുക്കാൻ കുറച്ച് വൈകിയാലും കാത്തിരിക്കുക, അത് നമ്മളിലേക്ക് തന്നെ വരുന്നതുവരെ. ആസ് പീപ്പിൾ സേ, ഫോർ എവറി പ്ലാൻസ് വി മേക്ക്, ഡെസ്റ്റിനി ഹാസ് എ പ്ലാൻ ബി ഫോർ us.